ഷിർക്കിന്റെ 4 അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ചെറിയൊരു റിസാലയാണ്, ചെറിയൊരു കിതാബാണ് ഖവായിദുൽ അർബ എന്ന കിതാബ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എങ്ങനെ ഒരാൾ ഷിർക്കിൽ വീണു പോകും എന്ന് നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ അടിസ്ഥാനത്തിലേക്ക് കിടക്കാം. ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞതായി കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി യുദ്ധം ചെയ്ത ആ മുശ്രിക്കീങ്ങൾ, ആ കാഫിരീങ്ങൾ, അവർ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നവർ വിശ്വസിച്ചിരുന്നു. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, അള്ളാഹു ആണ് റിസ്ക് തരുന്നവൻ, ഉപജീവനം നൽകുന്നവൻ, അതുപോലെ തന്നെ അള്ളാഹു ആണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നവൻ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇത് മാത്രം എന്ത് ചെയ്തില്ല, അവർ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണമായില്ല. നേരെ മറിച്ചോ അള്ളാഹുവിന്റെ പ്രവർത്തികളെ അവർ അള്ളാഹുവിനെ ഏകനാക്കിയിരുന്നു. പക്ഷെ അള്ളാഹുവിനോടുള്ള പ്രവർത്തിനെ, അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ആരാധന കർമ്മങ്ങളെ അള്ളാഹുവിനെ ഏകനാക്കില്ല. നേരെ മറിച്ച് ആ ആരാധന കർമ്മങ്ങൾ അവർ അള്ളാഹു ഇല്ലാത്തവർക്ക് കൊടുത്ത് അള്ളാഹുവിന് പങ്കു ചേർത്തു. അതിന് തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസ് 33 ആയത്തിൽ പറയുന്നതായി കാണാം, ഖുൽ മൻ യർസുക്കും മിനസ് സമാഇ വൽ അർദ്. നബിയെ താങ്കൾ ചോദിക്കുക, അല്ലെങ്കിൽ താങ്കൾ പറയുക, മൻ യർസുക്കും മിനസ് സമാഇ വൽ അർദ്, ആരാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉപജീവനം കൊടുക്കുന്നവൻ? അമ്മ യംലിക്കു സമഅ വൽ അബ്സാർ, ആരാണ് നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തുന്നവൻ? വമയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ആരാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും? വമയുദബ്ബിറുൽ അംർ, ആരാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നവൻ എന്ന് നബിയെ താങ്കൾ മക്ക മുശ്രിക്കീങ്ങളോട് ചോദിക്കുക. അവർ പറയും സയഖൂലൂന അല്ലാഹ്, അള്ളാഹു ആണെന്ന്. കണ്ട, അവർ അള്ളാഹുവിനെ പോലൊരു അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം ശിർക്കാവുള്ളൂ എന്ന് നമ്മുടെ നാട്ടിൽ ചിലർ പറയുന്നതായിട്ട് കാണാം. എന്നാൽ അങ്ങനെയാണോ? അല്ല, അവർ അള്ളാഹു മാത്രമാണ് റബ്ബെന്ന് വിശ്വസിച്ചിരുന്നു. കേത് വരുമെന്നാകട്ടെ ഇന്നത്തെ ചില ശിർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, AP സമസ്തക്കാർ, അതല്ലെങ്കിൽ ചില സൂഫികൾ, ലോകം നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അള്ളാഹുവിനോടൊപ്പം ചില ഔലിയാക്കന്മാരുണ്ട്, CM അടൂർ ലോകം നിയന്ത്രിക്കുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ലോകം നിയന്ത്രിക്കുന്നു എന്നൊക്കെ അവർ ഒരു തെളിവില്ലാതെ പറയും. അതൊക്കെ പണ്ടത്തെ മുശ്രിക്കീങ്ങൾ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, റുബൂബിയത്ത് അവർക്കുണ്ടായിരുന്നു, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നുള്ളത് ആ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, ഇന്ന് ശിർക്ക് ചെയ്യുന്നവരോ അവർ അള്ളാഹുവിന്റെ പ്രവൃത്തിയിൽ പോലും അവരെന്ത് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ അടിസ്ഥാനമാണ്, അന്നത്തെ മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹു ഇല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു ഇല്ലാത്തവരോട് ഇബാദത്ത് ചെയ്യുകയോ ചെയ്തില്ല, എന്തിനല്ലാതെ അള്ളാഹുലേക്ക് അടുക്കാനല്ലാതെ. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്, വല്ലദീന തഖൂ മിൻ ദൂനിഹി ഔലിയ മാ യഅബുദുഹും ഇല്ലാ ലിഖർബിനാ ഇലല്ലാഹി സുൽഫ. ഈ മക്ക മുശ്രിക്കീങ്ങൾ അവർ പറയുന്ന ഒരു വാദമാണെന്ത്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഈ ഉപഗ്രഹങ്ങളെടുത്തും ഈ അമ്പിയാക്കന്മാരെടുത്തും ഔലിയാക്കന്മാരെടുത്തും അവർ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന വാദമാണെന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പറഞ്ഞിട്ട് കാണാം, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും. അവർ അള്ളാഹു ഇല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത ആളുകൾ അവരെന്ത് ചെയ്തില്ല, മാ ലാ യൻഫഉഹും, അവരൊരു ഉപകാരമോ അവരൊരു ഉപദ്രവമോ ചെയ്യുമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നില്ല. പിന്നെന്തിനാണ് അവർ ഈ വിഗ്രഹം എടുത്ത് പോയത്? വയഖൂലുന ഹഉലാഇ ശുഫആന ഇൻദല്ലാഹ്, നേരെ മറിച്ച് അവർക്ക് വേണ്ടത് എന്തായിരുന്നു, അള്ളാഹുലേക്ക് പെട്ടെന്ന് അടുക്കാൻ വേണ്ടി അവർ ശുപാർശകരായിട്ടാണ് ഇവരെ കണ്ടത്. ആരെ കണ്ടത്? ലാത്തയും ഉസ്സയും അതുപോലെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അവരൊക്കെ അവർ വിളിച്ചു തേടിയതും ഇബാദത്ത് ചെയ്തതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുലേക്ക് അടുക്കാനാണ്. പക്ഷെ എന്താണ്, അവർ അള്ളാഹു മാത്രമാണ് റബ്ബ്, അള്ളാഹു ആണ് സൃഷ്ടാവ്, അള്ളാഹു ആണ് റിസ്ക് തരുന്നവൻ എന്ന് വിശ്വസിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ യുദ്ധം ചെയ്ത്, അതുപോലെ തന്നെ അള്ളാഹു അവർ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ അവർ കാഫിറുകൾ എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? അവർ ഈ പറയുന്ന